ഹരി ഓം ഹരി ഓം. നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മ ഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലം കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ സപ്തമസ്കന്ധം അവസാന അധ്യായം. 15-ാം അധ്യായത്തില് സദാചാര നിർണയം എന്നുള്ള ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 19 ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ചു. തുടർന്ന് കാണണം. നമുക്ക് ആദ്യത്തെ 40 ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ സപ്തമസ്കന്ധേ 15-ഓധ്യായഃ. നാരദ ഉവാച. കർമ്മനിഷ്ഠാ ദ്വിജാഃ കേചിത് തപോനിഷ്ഠാ നൃപാപരേ സ്വാധ്യായേന്യേ പ്രവചനേ യേ കേചിത് ജ്ഞാനയോഗയോഃ. ജ്ഞാനനിഷ്ഠായ ദേയാനി കവ്യാന്യാനന്ദ്യമിച്ഛത ദൈവേ ച തദഭാവേ സ്യാദ് ഇതരേഭ്യോ യഥാർഹതഃ. ദ്വൗ ദൈവേ പിതൃകാര്യേ ത്രീൻ ഏകൈകമുപയത്ര വാ ഭോജയേത് സുസമൃദ്ധോപി ശ്രാദ്ധേ കുര്യാന്ന വിസ്തരം. ദേശകാലോചിത ശ്രദ്ധാദ്രവ്യപാത്രാർഹണാനി ച സമ്യക് ഭവന്തി നൈതാനി വിസ്തരാത് സ്വജനാർപ്പണാത്. ദേശേ കാലേ ച സംപ്രാപ്തേ മുന്യന്നം ഹരിദൈവതം ശ്രദ്ധയാ വിധിവത് പാത്രേ ന്യസ്തം കാമദുഃഖ അക്ഷയം. ദേവർഷി പിതൃഭൂതേഭ്യഃ ആത്മനേ സ്വജനായ ച അന്നം സംവിഭജൻ പശ്യേത് സർവം തത്പുരുഷാത്മകം. ന ദദ്യാദാമിഷം ശ്രാദ്ധേന ചാദ്യാദ് ധർമ്മതത്വവിത് മുന്യന്നൈ സ്യാത് പരാ പ്രീതിഃ യദാ ന പശുഹിംസയാ. നൈതാദൃശഃ പരോ ധർമ്മോ നൃണാം സദ്ധർമ്മമിച്ഛതാം. ന്യാസോ ദണ്ഡസ്യ ഭൂതേഷു മനോവാക്കായജസ്യ യഃ. ഏകേ കർമ്മമയാൻ യജ്ഞാൻ ജ്ഞാനിനോ യജ്ഞവിത്തമാഃ. ആത്മസംയമനേ അനീഹാ ജുഹ്വതി ജ്ഞാനദീപിതേ. ദ്രവ്യയജ്ഞൈര്യക്ഷമാണം ദൃഷ്ട്വാ ഭൂതാനി ബിഭ്യതി. യേഷമാ കരുണോ ഹന്യാത് അതജ്ഞോ ഹ്യാസുതൃധ്രുവം. തസ്മാദൈവോപപന്നേന മുന്യന്നേനാഭിധർമ്മവിത് സന്തുഷ്ടോ അഹരഃ കുര്യാത് നിത്യനൈമിത്തികീ ക്രിയാഃ. വിധർമ്മ പരധർമ്മശ്ച ആഭാസ ഉപമാച്ഛലഃ. അധർമ്മശാഖാ പഞ്ചേമാ ധർമ്മജ്ഞോ അധർമ്മവത്യജേത്. ധർമ്മബാധോ വിധർമ്മ സ്യാത് പരധർമ്മോ അന്യചോദിതഃ. ഉപധർമ്മസ്തു പാഖണ്ഡോ ദംഭോ വാ ശബ്ദഭിച്ഛലഃ. യസ്തിച്ഛയാ കൃതപുംഭിഃ ആഭാസോ ഹ്യാശ്രമാത് പൃഥക്. സ്വഭാവവിഹിതോ ധർമ്മഃ കസ്യ നേഷ്ട പ്രശാന്തയേ. ധർമാർത്ഥമഭിനേഹേത യാത്രാർത്ഥം വാ ധനോധനം. അനീഹാനീഹമാനസ്യ മഹാഹേരിവ വൃത്തിദാ. സന്തുഷ്ടസ്യ നിരീഹസ്യ സ്വാത്മാരാമസ്യ യത് സുഖം. കുതസ്തത് കാമലോഭേന ധാവതോ അർത്ഥേഹയാ ദിശഃ. സദാ സന്തുഷ്ടമനസഃ സർവാസുഖമയാ ദിശഃ. ശർക്കരാകണ്ഡകാദിഭ്യോ യതോപാനത്പദശിവം. സന്തുഷ്ടക്കേന വാ രാജന്ന വർത്തേതാവിവാരിണ. ഔപസ്ഥ്യജൈഹ്യകാർപ്പണ്യാത് ഗൃഹപാലായ തേ ജനഃ. അസന്തുഷ്ടസ്യ വിപ്രസ്യ തേജോ വിദ്യാതപോ യശഃ. സ്രവന്തി ഇന്ദ്രിയലൗല്യേന ജ്ഞാനം ചൈവാവഗീര്യത്തെ. കാമസ്യാന്തം ച ക്ഷുത്രിഭ്യാം ക്രോധസ്യൈതദ്ഫലോദയാത്. ജനോ യാതി ന ലോഭ
ജിത്വാ ഭുക്ത്വാ ദിശോ ഭുവഃ പണ്ഡിതാ ബഹവോ രാജൻ ബഹുജ്ഞാ സംശയച്ഛിതഃ സദസസ്പദയോപ്യേകേ അസന്തോഷാത് പദം വ്യതഃ അസങ്കൽപാജ്ജയേത് കാമം ക്രോധം കാമവിവർജനാത് അർത്ഥാനർത്ഥേക്ഷയാ ലോഭം ഭയം തത്വാവമർശനാത് ആന്വീക്ഷിക്യാ ശോകമോഹൗ ദംഭം മഹതുപാസയ യോഗാന്തരായാൻ മൗനേന ഹിംസാം കായാദ്യനീഹയ കൃപയാ ഭൂതചം ദുഃഖം ദൈവം ജഹ്യാ സമാധിന ആത്മജം യോഗവീര്യേണ നിദ്രാം സത്വനിഷേവയാ രജസ്തമശ്ച സത്വേന സത്വം ചോപശമേന ച ഏതൽ സർവം ഗുരൗ ഭക്ത്യാ പുരുഷോ ഹ്യഞ്ജസാ ജയേത് യസ്യ സാക്ഷാത് ഭഗവതി ജ്ഞാനദീപ പ്രദേ ഗുരൗ മർത്യാസദ്ഭി ശ്രുതം തസ്യ സർവം കുഞ്ചരശൗചവത് ഏഷ വൈ ഭഗവാൻ സാക്ഷാത് പ്രധാനപുരുഷേശ്വരഃ യോഗേശ്വരൈർവിമൃഗ്യാംഗ്രിഃ ലോകോയം മന്യത്തെ നരം ഷഡ്വർഗസംയമൈകാന്താഃ സർവാ നിയമചോദനാഃ തദന്താ യതിനോ യോഗാൻ ആവഹേയുശ്രമാവഹാഃ യഥാ വാർത്ഥാദയോ ഹ്യർത്ഥാ യോഗസ്യാർത്ഥം ന ബിഭ്രതി അനർത്ഥായ ഭവേയുസ്തേ പൂർത്തമിഷ്ടം തദാ സതഃ യശ്ചിത്തവിജയേ യത്തഃ സ്യാന്നിസ്സംഗോ പരിഗ്രഹഃ ഏകോ വിവിക്തശരണോ ഭിക്ഷുർഭിക്ഷാമിദാശ്രനഃ ദേശേ ശുചൗ സമേ രാജൻ സംസ്ഥാപ്യാസനമാത്മനഃ സ്ഥിരം സമം സുഖം തസ്മിനാസീത ഋജ്വംഗ ഓമിതി പ്രാണാപാനൗ സന്നിരുന്ധ്യാ പൂരകുംഭകരേ ചകൈഃ യാവന്മനസ്ത്യജേത് കാമാൻ സ്വനാസാഗ്രനിരീക്ഷണഃ യതോ യതോ നിസ്സരതി മനഃ കാമഹതം പ്രമദ തതസ്തത ഉപാഹൃത്യ ഹൃദി രുന്ധ്യാശനൈർബുധഃ ഏവമഭ്യസതശ്ചിത്തം കാലേനാൽപീയസായതേഃ അനിശം തസ്യ നിർവാണം യാത്യനിന്ദനവന്നിവത് കാമാദിവിരനാവിദ്ധം പ്രശാന്താകില വൃത്തിയത് ചിത്തം ബ്രഹ്മസുഖസ്പൃഷ്ടം നൈവോത്തിഷ്ഠേത കർഹിച്ചിത് യഃ പ്രവ്രജ്യ ഗൃഹാത് പൂർവം ത്രിവർഗാവപനാത് പുനഃ യദി സേവേത താൻ ഭിക്ഷുഃ സ വൈ വാന്ദാശി അപത്രപഃ യൈ സ്വദേഹ സ്മൃതോ ആത്മാ മർത്യോ വിക്രമി ഭസ്മസാത് തയേനമാത്മസാത് കൃത്വാ ശ്ലാഘയന്തി ഹ്യസത്തമാഃ ഗൃഹസ്ഥസ്യ ക്രിയാത്യാഗോ വ്രതത്യാഗോ വടോരപി തപസ്വിനോ ഗ്രാമസേവ ഭിക്ഷോർ ഇന്ദ്രിയലോലത ആശ്രമാവസദാ ഹ്യേതേ ഖൽവാശ്രമവിഡംബകാഃ ദേവമായാ വിമൂഢാംസ്താൻ ഉപേക്ഷേതാനുകമ്പയാ ആത്മാനം ചേത് വിജാനീയാത് പരം ജ്ഞാനദുദാശയഃ കിമിച്ഛൻ കസ്യ വാ ഹേതോഃ ദേഹം കൃഷ്ണാദിലംബടഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുപ്രഭാതം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. അപ്പോൾ സപ്തമസ്കന്ധത്തിലെ 15-ാം അധ്യായം സദാചാര നിർണയം എന്നുള്ള ഭാഗമാണ്. സാമാന്യമായി എല്ലാവർക്കും ബാധകമായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ആദ്യത്തെ 4-5 ശ്ലോകങ്ങളെ കൊണ്ട്
ദാനം ചെയ്യാൻ ഉത്തമമായിട്ടുള്ള പാത്രം ജ്ഞാനയോഗികളായ മഹാത്മാക്കളാണ് എന്ന് സ്ഥാപിച്ചു. അതുപോലെ കൊടുക്കാൻ ഉത്തമമായിട്ടുള്ള അന്നം മുന്യന്നമാണ്. യാതൊരു ഹിംസയും കൂടാതെ ഏറ്റവും ലളിതമായി ചെയ്യുന്ന ശ്രാദ്ധാദി ധർമ്മ അനുഷ്ഠാനമാണ് ശ്രേയസ്കരം, ശ്രേഷ്ഠം എന്നും നിരൂപിച്ചു. അതിനുശേഷം വിധർമ്മം, പരധർമ്മം, ആഭാസം, ഉപമ, ഛലം ഇങ്ങനെ അധർമ്മത്തിന്റെ 5 ശാഖകൾ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അത് ഓരോന്നും എന്താണെന്ന് പറഞ്ഞു. ധർമ്മത്തെ വിരോധിക്കുന്നത്, ബാധിക്കുന്നത്, വിരുദ്ധമായത് വിധർമ്മവും, അന്യന്റെ പ്രവൃത്തികൾ കണ്ട് പ്രേരിതരായി നമ്മുടേതല്ലാത്ത സ്വധർമ്മമല്ലാത്ത പരധർമ്മം ആചരിക്കുന്നു നമ്മൾ. അതാണ് പരധർമ്മം എന്ന് പറഞ്ഞത്. പരന്റെ ധർമ്മം, പരധർമ്മം. അതുപോലെ ഉപധർമ്മം എന്ന് പറഞ്ഞാൽ ശാസ്ത്രവിരുദ്ധമായ, വേദവിരുദ്ധമായ പാഖണ്ഡ ആചാരങ്ങൾ. അതുപോലെ ദംഭം അല്ലെങ്കിൽ ശബ്ദഭേദിയായിരിക്കുന്നത് ഛലം. ഛലമെന്നാൽ കാപട്യം, വഞ്ചന. അത് അഹങ്കാരം പ്രകടിപ്പിച്ചുകൊണ്ട് അവനവന്റെ ദമ്പം പ്രകടിപ്പിക്കാനായിക്കൊണ്ട് കാട്ടിക്കൂട്ടുന്ന ആചാരങ്ങൾ ഛലമാണ്. അതുപോലെ തന്നെ വ്യാഖ്യാനം, ശാസ്ത്രം എന്താണോ ഉദ്ദേശിച്ചത് അതിനെ ഭേദിച്ചുകൊണ്ട് മറ്റൊരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് തന്റെ തോന്നിയവാസത്തെ ന്യായീകരിക്കുന്നത് ഛലം. അതുപോലെ ആഭാസവും അവനവന്റെ ആശ്രമത്തിൽ നിന്ന് വേറിട്ട് പൃഥക്കായി മറ്റൊരു ആശ്രമത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മം താൻ ആശ്രമിക്കുക. ഗൃഹസ്ഥൻ സന്യാസിയുടെയോ വാനപ്രസ്ഥന്റെയോ ധർമ്മം ആചരിക്കുക, സന്യാസി ഗൃഹസ്ഥന്റെ ധർമ്മം ആചരിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആചരിക്കുന്നതിനെ ആഭാസം എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഓരോരുത്തരും അവരവരുടെ സ്വഭാവവിഹിതമായിട്ടുള്ള ധർമ്മമാണ് മനസ്വസ്ഥതയ്ക്ക്, പ്രശാന്തിക്കായിക്കൊണ്ട് ചെയ്യേണ്ടത്. നമുക്ക് മനസ്സിന് ശാന്തി വേണോ, പ്രശാന്തി വേണോ, അവനവന്റെ സ്വഭാവവിഹിതമായിട്ടുള്ള ധർമ്മമാണ് ഉത്തമം. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രശാന്തി ഉണ്ടാവുകയുള്ളൂ. പരധർമ്മം ചെയ്യാൻ പോയാൽ അല്ലെങ്കിൽ അധർമ്മ ശാഖകളായ മറ്റേതെങ്കിലും ചെയ്യാൻ പോയാൽ അത് നമുക്ക് അശാന്തിക്ക്, അധപതനത്തിന് കാരണമാകും. ഇനി ധർമ്മം ആചരിക്കാൻ പോലും ധാരാളം ധനം വേണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനമൊന്നും ചെയ്യേണ്ടതില്ല. പെരുമ്പാമ്പിന് എങ്ങനെയാണോ ഈശ്വരൻ ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ ഓരോരുത്തരുടെയും പ്രാരബ്ധം അവരവരെ പോഷിപ്പിച്ചുകൊള്ളും. അതുകൊണ്ട് അതിനെക്കുറിച്ച് വേവലാതിയോ ഭ്രമമോ ഒന്നും വേണ്ട. അങ്ങനെ എപ്പോഴും സന്തുഷ്ടി എന്നതാണ് മനുഷ്യൻ പരിശീലിക്കേണ്ടതായിട്ടുള്ള ഗുണം. അങ്ങനെ സന്തുഷ്ടനും നിരീഹനും സ്വാത്മാരാമനുമായിരിക്കുന്ന ഒരു മഹാത്മാവ്, ഒരു മനുഷ്യൻ ഏതൊരു സുഖത്തെ അനുഭവിക്കുന്നുവോ ആ സുഖം കാമലോഭം കൊണ്ട് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഓടി നടക്കുന്ന ഒരാൾക്ക് സാധ്യമല്ല, ലഭിക്കുകയില്ല. എപ്പോഴും സന്തുഷ്ട മനസ്സനായിരിക്കുന്ന ഒരാളുടെ എല്ലാ ദിക്കുകളും സുഖമയങ്ങളായി ഇരിക്കുന്നു. അവൻ എവിടെ പോയാലും അവന് സന്തോഷം മാത്രമാണ്. ആ മനസ്സിന്റെ സന്തോഷമാണ് അയാളെ എവിടെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഏതുപോലെ കാലിലണിഞ്ഞിരിക്കുന്ന ചെരുപ്പ്, ഉപാനത് പദഹ എന്ന് പറഞ്ഞു. ഉപാനത് പദഹ, ഉപാനത്ത് എന്ന് പറഞ്ഞാൽ പാദുകം, അത് പദത്തിൽ ധരിച്ചിരിക്കുന്നവൻ ഉപാനത് പദഹ. അപ്പൊ കാലിൽ ചെരുപ്പ് ധരിച്ചിരിക്കുന്ന ഒരാൾക്ക് എവിടെ പോയാലും കാലിൽ കല്ലും മുള്ളും കുത്താത്തതുപോലെ ചുറ്റുപാടുള്ളതായിട്ടുള്ള കൊതുകും മൂട്ടയും ആക്രമിക്കാതിരിക്കാൻ നമ്മൾ എങ്ങനെയാണോ അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നേടുന്നത്, അതുപോലെയാണ് മനസ്സിൽ ഈ പറഞ്ഞ ക്ഷുദ്ര ജന്തുക്കളുടെ ആക്രമണമില്ലാതിരിക്കാൻ, കാമക്രോധാദികളുടെ ആക്രമണമില്ലാതിരിക്കാൻ
സന്തോഷം എന്നുള്ളതായിട്ടുള്ള ഗുണത്തെ എപ്പോഴും നിലനിർത്തുക. യദൃച്ഛാലാഭ സന്തുഷ്ടന്മാരായിരിക്കുക. യദ്യത് ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം എന്ന ഭാവനയോടുകൂടെ ഭഗവാനെ എനിക്ക് എന്ത് ഭവിക്കണമോ അത് ഭവിച്ചുകൊള്ളട്ടെ, എനിക്കിപ്പോഴത്തെ അനുഭവം എന്താണോ അതിൽ ഞാൻ സന്തുഷ്ടനാണ്, അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല, അതിൽ നിന്ന് ഞാൻ ഒളിച്ചോടുന്നില്ല. വരുന്നതെല്ലാം വരട്ടെ. ആഗതേ സ്വാഗതം കുര്യാത് ഗച്ഛന്തം നിവാരയേത് എന്ന് പറയും. ആഗതേ വരുന്ന സമയത്തിങ്കൽ സ്വാഗതം കുര്യാത്, വരുന്നതിനെയൊക്കെ സ്വാഗതം ചെയ്യേണ്ടതാണ്. അപ്പോൾ വരുന്നവരെയൊക്കെ സ്വാഗതം പറയുക. ഗച്ഛന്തം പോകുന്നവനെ അല്ലെങ്കിൽ പോകുന്ന വസ്തുക്കളെ നിവാരയേത് തടയാതിരിക്കുക, ഫ്രീ ആയിരിക്കുക. വരുന്നവരെയൊക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക, പോകുന്നവർക്ക് ടാറ്റ പറഞ്ഞ് യാത്രയാക്കുക. ആ ഒരു ഫ്രീഡം, അറ്റാച്ച്മെന്റ് ഇല്ലായ്മ അത് പരിശീലിക്കുക. ഉള്ളതിൽ സന്തോഷിക്കുക. ഇതാണ് ആത്മീയമായി ഉയരാനുള്ളതായിട്ടുള്ള ഒരു പ്രധാന സാധന. ഈ ഒരു ഗുണം യദൃച്ഛാലാഭ സന്തുഷ്ടി ഇത് വളർത്തുക എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. ഇനി യദൃച്ഛാലാഭ സന്തുഷ്ടി നമ്മൾ വളർത്തിയില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വന്നു ചേരുന്നത് ലോഭം എന്നുള്ളതായിട്ടുള്ളൊരു മഹാ ദുഃഖമായിരിക്കും, മഹാപീഡയായിരിക്കും. അത് ആദ്യം കാമത്തിന്റെ രൂപത്തിൽ വരും, പിന്നീട് വളർന്നു വലുതായി ലോഭമായി മാറും. ആ ലോഭം നമ്മളെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറിനേക്കാൾ അപകടകാരിയായിട്ടുള്ള രോഗമാണ്. അതുകൊണ്ട് ആ ലോഭത്തെ ത്യജിക്കേണ്ടതാണ്. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതേത് ദോഷങ്ങളെ എങ്ങനെ ത്യജിക്കാം എന്നെല്ലാം ഇനി തുടർന്ന് നാരദൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾക്കും കേൾക്കാനായിക്കൊണ്ട്, നമ്മളുടെ ജീവിതത്തിലും അനുകരിക്കാനായിക്കൊണ്ട്, അനുസരിക്കാനായിക്കൊണ്ട്, ഉപകാരമുണ്ടാവാനായിക്കൊണ്ട്. 20-ാം ശ്ലോകം മുതൽക്ക് നമുക്ക് കാണാം. നാരായണ. കാമസ്യാന്തം ചക്ഷുത്രിഭ്യാം ക്രോധസ്യ ഇദദ്ഫലോദയാത് ജനോ യാതി ന ലോഭസ്യ ജിത്വാ ഭുക്ത്വാ ദിശോ ഭുവഃ. കാമസ്യാന്തം ചക്ഷുത്രിഭ്യാം ക്രോധസ്യ ഇദദ്ഫലോദയാത് ജനോ യാതി ന ലോഭസ്യ ജിത്വാ ഭുക്ത്വാ ദിശോ ഭുവഃ. കാമസ്യ അന്തം ച ക്ഷുത്രിഭ്യാം ക്രോധസ്യ ഏതദ് ഫലോദയാത് ജനോ യാതി. എന്നാൽ ഭുവഃ ദിശഃ ജിത്വാ ഭുക്ത്വാ ലോഭസ്യ അന്തം ന യാതി. എന്താ പറയുന്നത്? കാമസ്യ അന്തം. കാമസ്യ അന്തം എന്ന് പറഞ്ഞാൽ കാമത്തിന്റെ അറ്റം, അവസാനം. അത് ജനഃ യാതി, ജനം പ്രാപിക്കുന്നു. അപ്പൊ കാമത്തെ ജനങ്ങൾ പലപ്പോഴും ജയിക്കാറുണ്ട്. എപ്പോഴൊക്കെയാണ് ജയിക്കാറ്? ക്ഷുത്രിഭ്യാം, വിശപ്പ്, ദാഹം, ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ മറ്റു കാമങ്ങളൊക്കെ വിട്ടുപോകും. നല്ല വിശപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ദാഹമുണ്ടെങ്കിൽ അതിന്റെ പൂർത്തീകരിക്കാനായിക്കൊണ്ടുള്ള, വിശപ്പ് ഇല്ലാതാക്കാനും ദാഹം ഇല്ലാതാക്കാനും ഉള്ളതായിട്ടുള്ള ആ പരിശ്രമത്തിലായിരിക്കും നമ്മുടെ മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളും ഒക്കെ. ആ സമയത്ത് എന്താ പറയുക, മറ്റ് ഭോഗങ്ങളിലൊന്നും, സ്ത്രീ സുഖമോ സുഗന്ധദ്രവ്യങ്ങളോ അല്ലെങ്കിൽ പേരും പ്രശസ്തിയോ
സ്ഥാനമാനങ്ങളോ അതൊന്നും നമുക്ക് വിഷയമായിരിക്കുകയില്ല. വിശപ്പാണ് ആദ്യം. ആ വിശപ്പ് പൂർത്തീകരിച്ച് കഴിയുന്നത് വരയ്ക്ക് കാമമൊക്കെ അടങ്ങിയിരിക്കും. തൽക്കാലം കാമങ്ങളെയൊക്കെ നമ്മൾ വെടിയും. അപ്പോൾ കാമം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളെ വിട്ടുപോകുന്നത് നമുക്ക് കാണാം. എന്നുവെച്ചാൽ നമുക്ക് മറ്റ് പ്രയോറിറ്റികൾ വരുമ്പോൾ കാമം മാറിപ്പോകുന്നത് കാണാം. ജീവിതത്തിൽ മറ്റോരോ പ്രയോറിറ്റികൾ വന്നാൽ മതി. ഇപ്പം ഈവൻ കടബാധ്യത ഉണ്ടെങ്കിൽ കാമമൊന്നും തോന്നില്ല, ഉറക്കില്ലാതാവുമവന്. എങ്ങനെയെങ്കിലും തന്റെ നാളെ രാവിലെ താൻ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ആ കടം വാങ്ങിച്ച ആളുടെ മുഖമായിരിക്കും അവൻ എപ്പോഴും ഓർമ്മ വരിക. അയാൾ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണു. എന്തെങ്കിലും താൻ ഗ്യാരണ്ടിയായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ രേഖകളോ അല്ലെങ്കിൽ ഒപ്പിട്ട ചെക്കോ വേറെ ഏതെങ്കിലും പ്രോമിസറി നോട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഗ്യാരണ്ടിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അവൻ പേടിപ്പിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, നിന്റെ വാഹനം പിടിച്ചെടുക്കും, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുക, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുക. ഇതൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ആ സന്ദർഭത്തിലും ഇതിനെക്കുറിച്ചുള്ള പേടിയുണ്ടാവുമ്പോൾ ഒരു തരത്തിലുള്ള കാമവും ആരുടെ ഉള്ളിലും ഉണ്ടാവില്ല. അപ്പൊ കാമം എന്നുള്ളത് സ്വാഭാവികമായിട്ട് തന്നെ ഇല്ലാതാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ സൂചന. അതിനേക്കാൾ അപകടകാരി ഒരാളുണ്ട് എന്ന് പറയുകയാണ് ഇവിടെ. അതിനു വേണ്ടിയിട്ടാണ് ഇത് താരതമ്യം പറഞ്ഞതാണ്, അല്ലാതെ തീരെ കാമത്തെ അവഗണിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ലോഭം എന്നുള്ളതായിട്ടുള്ള ഒരു ദോഷം അതെത്ര ഗുരുതരമാണ്, അതിന്റെ മുമ്പില് കാമവും ക്രോധവും എത്രയോ പാവങ്ങളാണ്, നിസ്സാരമാണ് എന്ന് താരതമ്യത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അതിനെ എന്താ പറയുക, നമ്മൾ പരമപ്രമാണമായിട്ടെടുത്ത് കാമം ഒന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടിരുന്നാൽ ആ കാമം ക്രോധമായും ലോഭമായും വളരും. നമ്മുടെ ഗീതാകാരൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ, ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ആ ഒരു വാണിംഗ് അവിടെ കിടക്കട്ടെ ഉള്ളില്. കാമവും അപകടകാരി തന്നെയാണ്. കാമത്തെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാൽ, പോഷിപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് ലോഭമായി വളരും. പക്ഷെ ലോഭം വലിയ രോഗമാണ്, വലിയ അപകടകാരിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണിത്. അപ്പോ ക്ഷുത്രിഭ്യാം കാമസ്യ അന്തം ജനഃ യാതി ക്രോധസ്യ ഏതത് ഫലോദയാത്. ക്രോധസ്യ ബലം യാതി, ക്രോധത്തിന്റെ അറ്റത്തെ അന്തത്തെ പ്രാപിക്കുന്നു ജനം. എങ്ങനെ? ഏതത് ഫലോദയാത്, അതിന്റെ ബലം ഉദിച്ചു കഴിയുമ്പോൾ, ഉത്ഭവിച്ചു കഴിയുമ്പോൾ. എന്താണ് ക്രോധത്തിന്റെ ബലം? നമ്മൾക്ക് ആരോടെങ്കിലും ക്രോധം തോന്നിയാൽ അവരെ ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കണം, ഉപദ്രവിക്കണം, ഹിംസിക്കണം എന്ന് തോന്നലുണ്ടാവും. ആ തോന്നൽ ഉള്ളിൽ വളർന്നു വന്നിരിക്കുമ്പോൾ അതിനെ ഒന്ന് പ്രകടിപ്പിച്ചാൽ, ഒരാളെ രണ്ട് തല്ല് തല്ലണം എന്നുള്ള ഒരു ദേഷ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തല്ലിക്കഴിയുമ്പോൾ ദേഷ്യം അങ്ങോട്ട് അലിഞ്ഞു പോകും. 4 ചീത്ത പറയണം എന്നുള്ളതായിട്ടുള്ള ക്രോധം ഉണ്ടായാൽ അത് പറഞ്ഞു കഴിയുമ്പോൾ ദേഷ്യം അലിഞ്ഞു പോകും. ഇനി വളരെ തീവ്രമായിട്ടുള്ള ക്രോധം ഒരാളെ കൊന്നേ അടങ്ങൂ എന്നുണ്ടെങ്കിലും അയാളെ കൊന്നു കഴിയുന്നതോട് കൂടിയിട്ട് ആ ക്രോധം അടങ്ങി. അങ്ങനെ ഏത് രീതിയിലുള്ള ക്രോധമാണെങ്കിലും അത് എത്ര തീവ്രമാണെങ്കിലും അത് പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ അതിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നു. നമ്മൾ ആരെ ആ ക്രോധം കൊണ്ട് ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചുവോ അവരെ ഉപദ്രവിച്ച് കഴിയുന്നതോടുകൂടി നമ്മുടെ ഉള്ളില് തിങ്ങിക്കൂടിയിരുന്നതായിട്ടുള്ള ക്രോധത്തിന്റെ ആ കാർമേക കൂട്ടം പെയ്ത് ഒഴിയുന്നു. അത് പെയ്തൊഴിയുന്നത് വരെ അതിന് ഘനീഭാവം ഉള്ളൂ. അത് നമ്മളെ സംഘർഷഭരിതമാക്കുന്നുള്ളൂ. അപ്പോ ഫലോദയാത് ക്രോധസ്യ അന്തം ജനഃ യാതി.
ക്രോധത്തിന്റെ ഫലമുണ്ടാകുന്നതോടുകൂടി അതിന്റെ അന്തവും പ്രാപിക്കുന്നു. എന്നാൽ ന ലോഭസ്യ അന്തം ജനഹ നയാതി എന്നാണ് അർത്ഥം. ലോഭത്തിന്റെ അന്തം ജനങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുകയില്ല. എന്ത് ചെയ്താലും ജിത്വാ ഭുക്വാ ദിശോ ഭുവഹ. ഭുവഹ ദിശഹ. ഭുവഹ ഭൂമിയുടെ ദിശഹ ദിക്കുകളെ, 8 ദിക്കുകളോ 10 ദിക്കുകളോ എങ്ങനെ വേണമെങ്കിൽ എടുത്തോളൂ. ആ ദിക്കുകളെ ജിത്വ ജയിച്ചു കഴിഞ്ഞാലും, ഭുക്വ അവിടെയുള്ള ഭോഗങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാലും, ഭൂമിയെ മുഴുവൻ സ്വന്തമാക്കി, ഭൂമിയുടെ ചുറ്റുപാടുകളും സ്വന്തമാക്കി, എല്ലാം തന്റെ കാൽക്കീഴിൽ ഞെരിഞ്ഞ് അമർത്തിയിട്ടും അതിനെയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാലും ലോഭം എന്നുള്ളതായിട്ടുള്ള ഒരു രോഗം അത് വർദ്ധിച്ചു വരികയേ ഉള്ളൂ. ഭൂമി കഴിഞ്ഞാൽ അടുത്ത ഗ്രഹം ഏതാണ് നോക്കും. ചൊവ്വയിലേക്കാണോ, ബുധനിലേക്കാണോ, വ്യാഴത്തിലേക്കാണോ, ചന്ദ്രനിലേക്കാണോ, സൂര്യനെയാണോ വെട്ടിപ്പിടിക്കേണ്ടത്? ഇങ്ങനെ ഗാലക്സികളെ വെട്ടിപ്പിടിക്കാനുള്ളതായിട്ടുള്ള ശ്രമമായിരിക്കും. പൗരാണിക ഭാഷയിൽ പറഞ്ഞാൽ ഭൂമിയെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ടുള്ളതായിട്ടുള്ള ലോകങ്ങളും താഴോട്ടുള്ളതായിട്ടുള്ള ലോകങ്ങളും, അതല വിതല സുതല തലാതല രസാതല മഹാതല പാതാളാദി സപ്ത അധോലോകങ്ങളും, മുകളിലുള്ളതായിട്ടുള്ള ഭുവഹ സുവഹ ജനഹ മഹഹ തപഹ സത്യം എന്നിങ്ങനെയുള്ള ഊർധ്വലോകങ്ങളും, അതെല്ലാം ജയിച്ചു കഴിഞ്ഞാലും മതിയാവില്ല. പിന്നെയും അതിന്റെ അപ്പുറത്തും വല്ലതൊക്കെ ഉണ്ടോ എന്ന് ലോഭം നമ്മളെ എപ്പോഴും ഓടിച്ചുകൊണ്ടേയിരിക്കും, മുൾമുനയിൽ നിർത്തിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും നമുക്ക് സ്വസ്ഥത ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ആ ലോഭം വരാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അല്ലെ നമ്മുടെ വാമനാവതാരത്തിൽ വാമനമൂർത്തി ബലിയോട് പറഞ്ഞുകൊടുത്ത് ബലിയുടെ ലോഭത്തെ പരോക്ഷമായി പരിഹസിക്കുന്നത്. ബലിയുടെ ലോഭം കൊണ്ടാണ് ബലി തന്റെ ആസുര ലോകം മാത്രം നിയന്ത്രിച്ചാൽ പോരാ എന്ന് തോന്നി ദേവന്മാരുടെ ലോകങ്ങളെ, ഈശ്വരൻ നിയോഗിച്ചിരിക്കുന്ന ഇന്ദ്രാദി പദവികളെ ഒക്കെ വെട്ടിപ്പിടിച്ച് ഇനിയും അതിന്റെ അപ്പുറത്തേക്ക് വല്ലതുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അസുര സ്വഭാവം, അതാണ് മഹാബലി. ആ മഹാബലിയോട് വാമനമൂർത്തി പറയുന്നുണ്ട്, 3 അടി കൊണ്ട് ഒരു ബ്രഹ്മചാരി തൃപ്തനായില്ലെങ്കിൽ 3 ലോകങ്ങളും കിട്ടിയാലും അവന് തൃപ്തനാവാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് 3 അടി മാത്രം മതി എന്ന് നല്ലൊരു ഉപദേശം കൊടുത്തിട്ട് പിന്നെ ഭഗവാൻ തന്റെ യഥാർത്ഥ കാലിന്റെ വലുപ്പം എന്താണെന്ന് പിന്നീട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. താൻ ആരാന്നുള്ള തത്വം മഹാബലിക്ക് കാണിച്ചു കൊടുത്തു. അതുപോലെ നമ്മളോട് ആരെങ്കിലും നമ്മളൊരു രാജാവിന്റെ അടുത്ത് പോയി എന്ന് വിചാരിക്കുക. രാജാവിനോട് എനിക്ക് ദാരിദ്ര്യമാണ്, എനിക്ക് കഴിഞ്ഞുകൂടാൻ ഒരു സ്ഥലമില്ല, ഒരു ഭൂമിയില്ല, കൃഷി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ രാജാവ് പറയണ, എന്നാ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് അങ്ങോട്ട് എടുത്തോളൂ അല്ലെ, ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് എത്ര ദൂരം നടന്നെത്താൻ പറ്റുമോ അത്രയും ദൂരമുള്ള ഭൂമി നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് രാജാവ് നമുക്കൊരു സ്വാതന്ത്ര്യം തന്നാൽ, ദാനം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? വൈകുന്നേരം വരെ നടക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല നമുക്ക്. നമ്മൾ ഓട്ടം തുടങ്ങും. അവസാനം വൈകുന്നേരം ആകുമ്പോഴേക്കും ആള് ജീവനോടെ ഉണ്ടാവുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓടുന്ന ഓട്ടത്തില് വിശപ്പും ദാഹവും ഒക്കെ മറന്ന് ഓടി 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 ഓട്ടത്തിന്റെ വേഗത കൂടി വെള്ളം ദാഹിച്ച് നാവ് വരണ്ട് ശ്വാസം മുട്ടി നമ്മൾ എവിടെയെങ്കിലും ഒരു മരുഭൂമിയിൽ മരിച്ചു വീഴുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾക്ക് തൃപ്തിയായിട്ടുണ്ടാവില്ല. അയ്യോ ഇനിയും ഓടാനുണ്ട്, ഇനിയും മുന്നോട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം വരെ പരമാവധി പിടിച്ചടക്കണം എന്നുള്ള ആ ഒരു ത്വര നമ്മുടെ ഉള്ളില് നമ്മളെ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കും.
ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ലോഭത്തിന്റെ സ്വഭാവം. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞ് ഇതിനെ ചികിത്സിക്കുക. അതൊരു മഹാരോഗമാണ്, മാറാരോഗമാണ്. നജാതു കാമാൻ കാമാനാം ഉപഭോഗേന ശമ്യത്തെ ഹവിഷാ കൃഷ്ണവർണ്ണേവ് ഭൂയയേവ വിവർദ്ധതേ. അഗ്നിയെ നെയ്യൊഴിച്ച് കെടുത്താനാവില്ല. അത് വീണ്ടും വീണ്ടും പൂർവാധികം ശക്തിയോടെ ജ്വലിച്ചു വരും, ആളിക്കത്തും. അതുപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള കാമങ്ങളെ നമ്മൾ അനുഭവിച്ച് അടക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് അടങ്ങാൻ പോകുന്നില്ല. അത് വീണ്ടും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ സപ്തമസ്കന്ധം ഊതയ കർമ്മവാസന, ഊതികൾ അഥവാ കർമ്മവാസനകൾ, അതാണ് സപ്തമസ്കന്ധത്തിലെ വിഷയം. അതിനുള്ള മരുന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ആ കർമ്മവാസനകളാകുന്ന ക്യാൻസർ നമുക്ക് പിടികൂടാതിരിക്കാൻ അതിനുള്ള റെമഡി, ക്യാൻസറിന്റെ ചികിത്സ, അതാണെന്ത്? ലോഭമില്ലാതിരിക്കുക, യദൃച്ഛാലാഭ സന്തുഷ്ടി വളർത്തുക. അപ്പോ ഈ ലോകം മുഴുവൻ ജയിച്ചാലും, ലോകത്തിലുള്ള ഭോഗങ്ങൾ മുഴുവൻ നമ്മുടെ അധീനതയിലായാലും, ലോഭസ്യ അന്തം ജനഹ നയാതി, ലോഭത്തിന്റെ അന്തത്തെ ജനങ്ങൾ പ്രാപിക്കുന്നില്ല. ഇത് മനസ്സിലാക്കി ലോഭത്തെ ജയിക്കുക. അപ്പൊ ലോഭം കൊണ്ട് നശിച്ചവരേ ഉള്ളൂ എന്ന് അടുത്ത ശ്ലോകം പറയുന്നു. പണ്ഡിതാ ബഹവോ രാജൻ ബഹുജ്ഞാ സംശയച്ഛിതഃ സദസസ്പദയോപ്യേകേ അസന്തോഷാത് പതന്ത്യതഃ. പണ്ഡിതാ ബഹവോ രാജൻ ബഹുജ്ഞാ സംശയച്ഛിതഃ സദസസ്പദയോപ്യേകേ അസന്തോഷാത് പതന്ത്യതഃ. അല്ലയോ രാജാവേ, യുധിഷ്ഠിര രാജാവേ, ബഹവഃ പണ്ഡിതാഃ ബഹുജ്ഞാഃ സംശയച്ഛിതഃ സദസസ്പതയഃ അപി ഏകേ അസന്തോഷാത് പതന്തി അധഃ. അധഃ പതന്തി, അധഃ പതന്തി എന്നാൽ അധപ്പതിക്കുന്നു. ഏകെ ചില ആളുകൾ, ചില പണ്ഡിതന്മാർ. അപ്പൊ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ തന്നെ വിവേകമുള്ളവർ, ശാസ്ത്രങ്ങളൊക്കെ അറിയുന്നവർ, ഈവൻ ആത്മ അനാത്മ വിവേകമെല്ലാം ഉള്ളവർ, അങ്ങനെയുള്ള ബഹവഃ പണ്ഡിതാഹ, ധാരാളം പണ്ഡിതന്മാർ, ബഹുജ്ഞാഹ, ബഹുകാര്യങ്ങളിൽ ജ്ഞാനികളായിരിക്കുന്നവർ, അനേക വിഷയങ്ങളിൽ അവർ പണ്ഡിതന്മാരാണ്. ഏത് വിഷയം ചോദിച്ചാലും അവർക്ക് അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ, വ്യാഖ്യാനിക്കാൻ കഴിവുണ്ട്. സംശയച്ഛിതഃ, സംശയങ്ങളെ ഛേദിക്കുന്നവരാണ്. ആ ഏതു വിഷയത്തിലാണെങ്കിലും നമ്മൾ സംശയങ്ങൾ ചോദിച്ചാൽ അതെല്ലാം ഛേദിച്ചു തരും. നമ്മുടെ ഭീഷ്മപിതാമഹനെ പോലെ, അല്ലെ? ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിരന്റെ എല്ലാ സംശയങ്ങൾക്കും ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഉത്തരം കൊടുക്കുന്നു. അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങളില്ല. സർവജ്ഞനായിരുന്നു, ബഹുജ്ഞനായിരുന്നു, പണ്ഡിതനായിരുന്നു, സംശയച്ഛേദിയായിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളില് എന്തോ ഒരു അസന്തോഷം ഉണ്ടായിരുന്നു. അപ്പോ അസന്തോഷാത് പതന്തി അധഃ, അസന്തോഷം കൊണ്ട് അധപ്പതിക്കുന്നു. അസന്തോഷം, അസന്തുഷ്ടി, യദൃച്ഛാലാഭത്തിൽ തൃപ്തിയില്ലായ്മ. എന്താണോ തനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്, ആ ഇപ്പൊ കിട്ടിയിട്ടുള്ളതിൽ തൃപ്തിയില്ലായ്മയാണ് എപ്പോഴും ഒരു ദരിദ്ര സ്വഭാവം ഉള്ളിൽ വെച്ച് പുലർത്തുക. അതൊരു ദൈന്യം ആണ്. എന്തിന്റെയോ കുറവ്, എപ്പോഴും ആവലാതി, എന്ത് കിട്ടിയാലും മതിയാവാതിരിക്കുക, ആ ഒരു ദോഷം. അസന്തോഷാത് അധപതന്തി. അവര് സദസസ്പതയഃ അപി, സദസസ്പതയഃ എന്ന് പറഞ്ഞാൽ സദസഃ
സദസ്സിന്റെ പതയഹ പതികൾ. അപ്പൊ വലിയ വലിയ സഭകളിലൊക്കെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാൻ യോഗ്യരായിട്ടുള്ള മഹാത്മാക്കളാണ് അവര്. ഏത് സദസ്സിൽ ചെന്നാലും അവര് രണ്ടാമന്മാരാവില്ല. അവിടെയുള്ള സദസ്സിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്നവരെ ബഹുമാനിച്ച് അഗ്രാസനത്തിൽ പിടിച്ചിരുത്തും. അങ്ങനെയുള്ള പാണ്ഡിത്യമുള്ള യോഗ്യതയുള്ള ആളുകളായിട്ടുള്ളവരായിരിക്കാം. പക്ഷെ അവരുടെ ഉള്ളിൽ അസന്തോഷമുണ്ടെങ്കിൽ അവര് പതിക്കും. ഇവിടെ ഒരാള് അഗ്രാസനത്തിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? ഈ നാരദ യുധിഷ്ഠിര സംവാദം നടക്കുമ്പോ ഒരാളെ അഗ്രാസനത്തിലിരുത്തി പാദപൂജ ചെയ്തിട്ടാണ് ഈ ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നത്. ആ ഇരിക്കുന്ന ആൾ എങ്ങനെയാണ്? ആ സദസ്സിന്റെ പതിയായിരിക്കുമ്പോഴും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള അസന്തോഷവും ഉള്ളിലില്ല. എപ്പോഴും സന്തുഷ്ടനായിരുന്നു അദ്ദേഹം. മറ്റുള്ളവർക്കൊക്കെ വലിയ വലിയ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്ത്, ഗൗരവമേറിയ പ്രവൃത്തികൾ ഏൽപ്പിച്ചു കൊടുത്ത്, ആ രാജസൂയ യാഗത്തിൽ വരുന്ന അതിഥികളുടെ മുഴുവൻ കാല് കഴുകാൻ സ്വയം താൻ തന്നെ തിരഞ്ഞെടുത്ത, അതിൽ സന്തുഷ്ടനായിരുന്ന, അല്ലേ? വേറെ വല്ലവർക്കുമാണ് ആ കാല് കഴുകാനുള്ള ഡ്യൂട്ടി കൊടുത്തതെങ്കിൽ അവരെത്ര അസന്തുഷ്ടരായിരിക്കും. എനിക്ക് പറ്റില്ല, ഞാൻ കാല് കഴുകേണ്ട ആളല്ല, ഞാൻ വേണമെങ്കിൽ മാലയിട്ട് കൊടുക്കാം, ഞാൻ മറ്റു ചുമതലകൾ ഏൽക്കാം, സമ്മാനങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു, പക്ഷെ കാല് കഴുകാൻ എന്നെ കിട്ടില്ല എന്ന് ആരും പറഞ്ഞു പോകും. അവിടെയാണ് എല്ലാവർക്കും വലിയ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്ത് സ്വയം കാല് കഴുകുന്ന ജോലിയെടുത്ത ഭഗവാൻ. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനെ എല്ലാവരും ബഹുമാനിച്ച് സദസ്സിന്റെ പതിയായി അഗ്രാസനത്തിലിരുത്തി പാദപൂജ ചെയ്തത്. അദ്ദേഹത്തിന്റെ ഉള്ളില് ഒന്നും കുറവുണ്ടായിരുന്നില്ല, ഒന്നും നേടാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനും ഉണ്ടായിരുന്നില്ല. താൻ കേമനാണെന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. താൻ പൂർണ്ണനാണ്, താൻ അനന്തനാണ്, താൻ ആനന്ദ സ്വരൂപനാണ് എന്ന് എപ്പോഴും ബോധമുണ്ട് അദ്ദേഹത്തിന്. അച്യുതനാണ്. ആ ബോധമുള്ളവർക്ക് എവിടെ പോയാലും ഏതവസ്ഥയിലും നിന്ദയിലും പൂജയിലും സൽക്കാരത്തിലും നിരാകരിക്കുമ്പോഴും ഒരേ ഭാവം നിലനിർത്താൻ സാധിക്കും. ഇവിടെ എത്ര പണ്ഡിതനായിക്കോട്ടെ, എത്ര ജ്ഞാനിയായിക്കോട്ടെ, മറ്റുള്ളവരുടെ സംശയച്ഛേദിയായിക്കോട്ടെ, സദസ്സിന്റെ പതിയായിരിക്കാൻ യോഗ്യനായിക്കോട്ടെ, ആരുടെ ഉള്ളിലാണോ എതിർച്ചാലാഭ സന്തുഷ്ടി ഇല്ലാത്തത്, അസന്തോഷമുള്ളത്, എപ്പോഴും കുറവുകളെ മാത്രം കാണുന്നത്, കംപ്ലൈനിങ് നേച്ചറുള്ളത്, അവൻ നശിക്കുന്നു. അധഃ പതന്തി, അവൻ അധപ്പതിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഹേ യുധിഷ്ഠിര, അങ്ങ് അസന്തുഷ്ടനായിരിക്കരുത്, എപ്പോഴും സന്തുഷ്ടനായിരിക്കുക, ലഭിച്ചതിൽ സന്തുഷ്ടനായിരിക്കുക എന്ന് ഉപദേശം. അസങ്കൽപ്പാജ്ജയേത് കാമം ക്രോധം കാമവിവർജനാത് അർത്ഥാനർത്ഥേക്ഷയാ ലോഭം ഭയം തത്വാവമർശനാത്. ഒരു 4 ശ്ലോകങ്ങളെ കൊണ്ട് ഏതിനെ എങ്ങനെ ജയിക്കണം, ഏത് ദോഷത്തെ ഏത് മൂല്യം അഭ്യസിച്ചുകൊണ്ട് ജയിക്കണം, ഏതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു തരികയാണ്. ഒന്നിന് പകരം ഒന്നിനെ വെച്ച് നിറയ്ക്കണം അവിടെ. അപ്പൊ ഏതാണ് കുറവ്, ആ കുറവിനെയാണ് മറ്റൊരു ഗുണം കൊണ്ട് നിറയ്ക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണെന്ന് പറയുകയാണ്. അസങ്കൽപ്പാജ്ജയേത് കാമം ക്രോധം കാമവിവർജനാത് അർത്ഥാനർത്ഥേക്ഷയാ ലോഭം ഭയം തത്വാവമർശനാത്. അസങ്കൽപ്പാത് ജയേത് കാമം, കാമം ജയേത്, കാമത്തെ ജയിക്കണം. എങ്ങനെയാണ് കാമത്തെ ജയിക്കുക? അസങ്കൽപ്പാത്, അസങ്കൽപ്പം എന്ന് പറഞ്ഞാൽ സങ്കൽപ്പിക്കാതിരിക്കൽ. എന്താണ് സങ്കല്പം?
സങ്കല്പം, സമ്യക്കായിട്ടുള്ള കൽപ്പന. ഇത് നല്ലതാണ്, ഇതെനിക്ക് സുഖം തരുന്നതാണ്, ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഉപകാരമുണ്ടായേനെ. ഇങ്ങനെ ഓരോ വസ്തുക്കളെക്കുറിച്ച് നമ്മൾ കൽപ്പന ചെയ്യുന്നു. സമ്യക്കായ കൽപ്പന, സങ്കല്പം. അപ്പോൾ ഓരോ ലോകത്തിലുള്ളതായിട്ടുള്ള പല വസ്തുക്കളെക്കുറിച്ചും നമ്മൾ അതിന് മൂല്യം കൊടുക്കുകയാണ്, വാല്യൂ ആഡ് ചെയ്യുന്നു. അല്ലെ? വാല്യൂ ആഡ് ചെയ്താൽ വില കൂടുതൽ കൊടുക്കേണ്ടി വരും. മോഹിപ്പിക്കുന്ന പരസ്യങ്ങൾ കണ്ട് വസ്തുക്കളിലില്ലാത്ത ഗുണമുണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ പരസ്യക്കാർ വളരെ മിടുമിടുക്കന്മാരാണ്. ഏതു വസ്തുവിനെ കുറിച്ച് പരസ്യം ചെയ്യുമ്പോഴും അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അത് ഇല്ലാതിരിക്കുന്നത് വലിയ കുറവാണ് എന്നുള്ള അപകർഷതാബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കലാണ് ഈ പരസ്യക്കാരുടെയൊക്കെ പണി. അവരാ രീതിയിലാണ് ചിന്തിക്കുക. ഇവന്റെ മർമ്മത്തിലടിക്കണം, കാണുന്ന പ്രേക്ഷകരുടെ മർമ്മത്തിലടിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ആലോചിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ മർമ്മം എന്നുള്ളത് ഞാൻ കുറവുള്ളവനാണ്, മറ്റുള്ളവരെക്കാൾ ഞാൻ നീചനാണ് എന്നുള്ള അപകർഷതാബോധം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കലാണ് എല്ലാ പരസ്യങ്ങളുടെയും രഹസ്യം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു വാക്കം, ഒരു ശൂന്യത, ഒരു കുറവ് അനുഭവപ്പെടും. അത് നിറയ്ക്കണമെങ്കിൽ ഈ സാധനം വരണം. അപ്പൊ പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ളതായിട്ടുള്ള കൽപ്പനയാണ് നമ്മുടെ ഉള്ളില് സങ്കല്പം. അതാണ് ഭഗവാനും പറഞ്ഞത്, ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമഃ. വിഷയാൻ ധ്യായതഃ പുംസഃ, ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടൊരു മനുഷ്യന് തേഷു സംഗഃ ഉപജായതേ, അതുമായിട്ട് സംഘം വന്നു ചേരുന്നു, അതുമായിട്ട് അറ്റാച്ച്മെന്റ്, ആസക്തി, ഡിപ്പെൻഡൻസി വന്നു ചേരുന്നു. പിന്നെ അവനെ ഒഴിവാക്കാൻ പറ്റില്ല, അവൻ അതിനെ ഡിപ്പെൻഡന്റ് ആയി. അതില്ലെങ്കിൽ താനില്ല, താൻ ശൂന്യനായിത്തീരുന്നു, താൻ നികൃഷ്ടനായിത്തീരുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ താൻ നിന്ദ്യനായിത്തീരുന്നു. ഇങ്ങനെ സ്വയം കൽപ്പിച്ച് കൽപ്പിച്ച് ആ ഏത് വിഷയമാണോ താൻ ചിന്തിക്കുന്നത് അതിനോടുള്ളതായിട്ടുള്ള കാമം തീവ്രമായി വരുന്നു. അതാണ് സംഗാത് സംജായതേ കാമഃ, സംഘത്തിൽ നിന്ന് കാമം. അപ്പൊ സങ്കല്പം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ ശോഭ അഭ്യസിക്കലാണ് സങ്കല്പം. ഓരോ വിഷയങ്ങളും ശോഭനമാണ്, നല്ലതാണ് എന്നുള്ള ചിന്ത. അതിനാണ് ആചാര്യന്മാര് അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ പരസ്യങ്ങള് വളരെ പോസിറ്റീവായിട്ട് നമ്മളെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, സങ്കല്പം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ ആചാര്യന്മാര് അതിനെക്കുറിച്ച് വികല്പം ചെയ്യാനായിട്ട് ഇങ്ങനെയും ചിന്തിക്കൂ, അതിന്റെ നെഗറ്റീവ് സൈഡുകളെ കുറിച്ച് ചിന്തിക്കൂ. അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തതസുഖലേശ സത്യം പുത്രാദവിധനഭാജാം ഭീതി സർവത്രൈഷാ വിഹിതാരീതി. ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതൻ മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം. വാരം വാരം, അഗെയിൻ ആൻഡ് അഗെയിൻ മനസി വിചിന്തയ. അതിന്റെ ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, അതിന്റെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച്, ദൂഷ്യവശങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. അപ്പൊ സങ്കല്പം പോയി കിട്ടും. ഇത് നല്ലതാണ് 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 എന്നുള്ളതായിട്ടുള്ള ചിന്ത മാറി ഇത് ദോഷമുള്ളതുമാണ്, ഉപദ്രവകാരിയായി തീരും. അപ്പൊ രണ്ട് വശങ്ങളെക്കുറിച്ചും ചിന്തിക്കുക.
ഒരു കാര്യത്തിന്റെ നല്ല വശം മാത്രം ചിന്തിക്കാതെ അതിന്റെ ദോഷവശങ്ങളെക്കുറിച്ചും ഒപ്പം ചിന്തിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ദോഷവശങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക ഏത് കാര്യത്തിലും. കാരണം ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞു തരുന്നുണ്ട്, അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകത്തിലുള്ള ഒരു വസ്തുവും നിത്യമല്ല, അതിന് നിത്യമായ സുഖം തരാൻ കഴിവില്ല. അത് അസുഖമാണ്, സുഖം തരാനുള്ള ശക്തിയുള്ളതല്ല. അതിന് സ്വതവേ സുഖം തരാനുള്ള ശക്തി അതിലില്ല. നിങ്ങൾ കൽപ്പിക്കുന്നതാണ് അതിലുള്ള സുഖം. നിങ്ങൾ അതിൽ ആരോപിച്ചതാണ് സുഖം. നിങ്ങൾ ആരോപിച്ച ആ സുഖത്തെ ഇങ്ങോട്ട് തിരിച്ചെടുക്കൂ. അങ്ങനെ പ്രതിപക്ഷ ഭാവന എന്ന് ശാസ്ത്ര ഭാഷയിൽ പറയും. പ്രതിപക്ഷ ഭാവന, മറ്റേ പക്ഷത്തെക്കുറിച്ചും ഭാവന ചെയ്യുക, മറുപക്ഷത്തെക്കുറിച്ചും. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെക്കുറിച്ചും തിരിച്ചും മറിച്ചും നോക്കുന്നത് പോലെ ലോകത്തിലുള്ള ഏത് വസ്തുക്കളുടെയും നന്മയെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ അതിന്റെ ദുഃഖങ്ങളെയും ദുരന്തങ്ങളെയും കുറിച്ച് ചിന്തിക്കുക. അപ്പോ ഭഗവാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഓർമ്മ വരട്ടെ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത യം ഹിന വ്യതയന്ത്യേതേ പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സ്വ അമൃതത്വായ കൽപ്പത്തെ. അമൃതത്വം വേണമെങ്കിൽ ഈ വിഷയങ്ങളിലുള്ള ഭ്രമമില്ലാതെയാക്കുക, സുഖദുഃഖങ്ങളിൽ സമനായിരിക്കുക. അപ്പൊ ഇവിടെ അസങ്കൽപ്പാ ജയേത് കാമം, സങ്കല്പമില്ലാതെ വിഷയങ്ങളുടെ ശോഭയെക്കുറിച്ച് അധികം ചിന്തിക്കാതെ അതിന്റെ വിപരീത വശങ്ങളെക്കുറിച്ചും ചിന്തിക്കുക. ഈ വിഷയങ്ങൾ മനസ്സിലേക്ക് കയറി വരുമ്പോൾ ഉടനെ അതിന്റെ മറുവശങ്ങളും ചിന്തിക്കുക. അങ്ങനെ കാമത്തെ ജയിക്കാം. ഏത് കാര്യത്തിലുള്ള കാമത്തെ ആ വിഷയം കൊണ്ടുള്ള ദൂഷ്യവശങ്ങളെക്കുറിച്ചും ചിന്തിച്ച് അകറ്റാം. ക്രോധം കാമവിവർജനാത്. ക്രോധത്തെ എങ്ങനെ ജയിക്കാം? ക്രോധത്തെ ജയിക്കുന്നത് കാമവിവർജനാത്. കാമമാണ് ക്രോധത്തിന്റെ മുന്നോടി. ക്രോധത്തിന് വഴികാട്ടി വരുന്നത്, ക്രോധത്തിന്റെ ജ്യേഷ്ഠനായി വരുന്നത്, അല്ലെങ്കിൽ ക്രോധത്തിന്റെ അമ്മയായി വരുന്നത് കാമമാണ്. കാമത്തിൽ നിന്നാണ് ക്രോധം ഭവിക്കുന്നത്. ഏതെങ്കിലും ആഗ്രഹങ്ങൾക്ക് ആരെങ്കിലും തടസ്സമുണ്ടാകുമ്പോഴാണ് അവരുടെ നേരെ നമുക്ക് പ്രതികൂലമായിട്ടുള്ള ചിന്ത ഉണ്ടാകുന്നത്. അതാണ് ക്രോധം. അപ്പോൾ ക്രോധമില്ലാതാക്കാൻ കാമമില്ലാതിരുന്നാൽ മതി. ആഗ്രഹങ്ങളില്ലാതിരുന്നാൽ ക്രോധവും വരാതെയാവും. അപ്പൊ എളുപ്പ പണിയാ പറഞ്ഞു തന്നത്. അർത്ഥ അനർത്ഥേക്ഷയാ ലോഭം. ലോഭത്തെ ജയിക്കാനുള്ള വഴിയാണ് അനർത്ഥ ഈക്ഷയ. എന്തില്? അർത്ഥങ്ങളിൽ. അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയോജനം നൽകുന്ന വസ്തുക്കൾ. ധനം അർത്ഥമാണ്, സ്ഥാനമാനങ്ങൾ അർത്ഥമാണ്, അതുപോലെ ഭൂമിയിലുള്ള സകല വസ്തുക്കളും നമുക്ക് പ്രയോജനം ഉള്ളതാണെന്ന് കരുതുമ്പോൾ അതൊക്കെ അർത്ഥമാണ്. അങ്ങനെയുള്ള അർത്ഥങ്ങളിൽ അനർത്ഥ ഈക്ഷയ, അതിന്റെ അനർത്ഥങ്ങളെ ഈക്ഷിച്ചുകൊണ്ട്, അതിന്റെ ദോഷങ്ങളെ ഈക്ഷിച്ചുകൊണ്ട്. ലോഭം. അപ്പൊ ലോഭത്തെ ജയിക്കാനാണ് ഇതിന്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ അർത്ഥം അനർത്ഥം ഭാവയ നിത്യം. അർത്ഥത്തെ അനർത്ഥമുള്ളതാണെന്ന്, അനർത്ഥമുണ്ടാക്കുന്നതാണെന്ന് നിരന്തരം ചിന്തിക്കൂ. നാസ്തി തത സുഖലേശ സത്യം. അർത്ഥത്തിൽ നിന്ന് സുഖം സ്വയം ഉണ്ടാകുന്നില്ല. അർത്ഥങ്ങൾക്കൊന്നും തന്നെ സുഖം തരാനുള്ള കഴിവില്ല. അർത്ഥങ്ങൾക്ക് നമുക്ക് തൽക്കാലം പ്രയോജനം നൽകാൻ കഴിയും, പക്ഷെ അത് സുഖം ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓരോരോ പ്രയോജനം, അതിനെ നമ്മൾ അമിതമായിട്ട് ശോഭ കൽപ്പിക്കുമ്പോഴാണ് അത് സുഖം എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് അതിനോട് അടിമത്തം വരുന്നത്, അഡിക്ഷൻ വരുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം കളയാതിരിക്കാൻ വസ്തുക്കളെ വസ്തുനിഷ്ഠമായി കാണുക.
അതിനോട് ഒബ്ജക്റ്റീവിറ്റി എന്നുള്ള ഗുണം നമ്മൾ നിലനിർത്തുക. ഓരോ വസ്തുക്കളെയും വസ്തുനിഷ്ഠമായി കാണാനുള്ള കഴിവുണ്ടാവുക. ആരെയും നമ്മൾ അവരുടെ മുഖവിലയ്ക്ക് എടുക്കാതിരിക്കുക. അവരെ നല്ലതുപോലെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് ബോധ്യം വന്നതിന് ശേഷം മാത്രം വിശ്വസിക്കുക. ഓരോരുത്തരെയും നമ്മൾ വിശ്വസിക്കുന്നത് അവരുടെ സ്വഭാവം ഇന്നതാണെന്ന് നിരൂപിച്ച ശേഷം മതി. സ്വഭാവം എന്നുള്ളത് മാറാത്ത ശീലങ്ങളാണ്. അതെന്താണെന്ന് നമ്മൾ കുറച്ച് കാലമെടുക്കും മനസ്സിലാക്കാനായിട്ട്. ഒരാളെക്കുറിച്ച് അയാളുടെ സ്വഭാവം ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ കുറച്ചു കാലം അയാളെ ഫോളോ ചെയ്യണം. നമുക്ക് ഉത്തമ ബോധ്യം വരികയാണ് ഇയാളുടെ സ്വഭാവം ഇതാണ്, ഇത് മാറാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ അയാളെ നമുക്ക് വിശ്വസിക്കാം. അപ്പോഴും നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അമിതമായിട്ട് അയാളെ ആശ്രയിക്കുകയും അയാളില്ലെങ്കിൽ താനില്ല എന്ന് കരുതുകയും ചെയ്യുന്നത് വിഡ്ഢിത്തരം. നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം പണയം വെക്കാതിരിക്കുക. ഏതൊരാളോടും ഏതൊരു വ്യക്തിയോടും ഏതൊരു സാഹചര്യത്തോടും ഏതൊരു വസ്തുവിനോടും ദേശത്തോടും കാലത്തോടും എന്ന് പറഞ്ഞ പോലെ ഒന്നിനോടും ഡിപ്പെൻഡൻസി ഇല്ലാതിരിക്കുക. അതാണ് അർത്ഥ അനർത്ഥേക്ഷയ ലോഭം. ലോഭത്തെ, നമ്മുടെ ഉള്ളിലുള്ള അത്യാഗ്രഹത്തെ, ഗ്രീഡിനെ, വസ്തുക്കളുടെ അനർത്ഥ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നും പ്രയോജനം മാത്രമല്ല അതിന് ഉപദ്രവവും ഉണ്ട്. ഏത് കാര്യത്തിനും നെഗറ്റീവ് വശം ഉണ്ട്. പോസിറ്റീവിനേക്കാൾ നെഗറ്റീവായിരിക്കും കൂടുതൽ. ഇത് മനസ്സിലാക്കി നിങ്ങളുടെ സ്വാതന്ത്ര്യം കളയാതിരിക്കുക. മനസ്സിന്റെ അടിമത്തത്തിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുക. ലോഭം ജയേത്, ലോഭത്തെ ജയിക്കേണ്ടതാണ്. ഭയം തത്വാവമർശനാത്. ഭയം നമ്മുടെ ഉള്ളില് ഈ ലോകത്തിൽ എന്തിനെക്കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ഭയമാണെങ്കിലും ആശങ്കയാണെങ്കിലും തത്വ അവമർശനാത്. തത്വം എന്ന് പറഞ്ഞാല് തസ്യഭാവം, ഉള്ളതിനെക്കുറിച്ച്, ഉണ്മയെക്കുറിച്ച്, യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവമർശനാത്, അവമർശനം ചെയ്യുക. നല്ലതുപോലെ ഉരച്ചു നോക്കുക, വിചാരം ചെയ്യുക. നമ്മുടെ ബുദ്ധിയിലെ യുക്തി കൊണ്ടും അനുഭവങ്ങളുടെ വെളിച്ചത്തിലും ഊഹാപോഹങ്ങളെ കൊണ്ടും ഒക്കെ നല്ലോണം ഉരച്ചു നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളെയും എന്താ പറയുക മുഖവിലക്കെടുക്കാൻ. അപ്പൊ നമുക്ക് ഭയം പലരിൽ നിന്നും ഉണ്ടാകും അല്ലെ. നമ്മളൊരു പുതിയൊരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ ഭയമുണ്ട് ഉള്ളിൽ. ഇയാൾ ഏത് തരക്കാരനാണ്? ഇയാൾ നമ്മളെ വഞ്ചിക്കുവോ? ഇയാൾ നമ്മളെ പറ്റിക്കുവോ? നമ്മളെ ഇല്ലാതാക്കി കളയുവോ? അപ്പൊ എന്ത് വേണം? ആ ഭയമില്ലാതാകാൻ അയാളെ കുറിച്ചിട്ടുള്ള തത്വം, അയാൾ ആരാണ്, എന്താണ് അയാളുടെ യാഥാർത്ഥ്യം, അതിനെ നല്ലതുപോലെ വിമർശനം ചെയ്യുക, ഉരച്ചു നോക്കുക, പലരോടും അന്വേഷിക്കുക, മാറി നിന്ന് അയാളുടെ പ്രവൃത്തികളും വാക്കുകളും ചിന്തകളും ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഒരു വിലയിരുത്തുക. പേടിക്കേണ്ട ആളല്ല എന്ന് മനസ്സിലാക്കിയാൽ പേടിക്കേണ്ട. ഇവിടെ തത്വാവമർശനം എന്നുള്ളത് ഓരോ വസ്തുക്കളുടെയും തത്വം അറിയുന്നത് പോരാതെ മൊത്തത്തിലുള്ള തത്വം. എന്താണ് മൊത്തത്തിലുള്ള തത്വം? ഏകമേവ അദ്വിതീയം. അതാണ് സത്യം. ഈ ലോകം ഏകവും അദ്വിതീയവുമായ ആ വസ്തുവിന്റെ ചൈതന്യത്തിന്റെ മൂർത്തഭാവമാണ്. കോൺഷ്യസ്നസ് മാനിഫെസ്റ്റഡ് ഈസ് യൂണിവേഴ്സ്. ഈശ്വര ചൈതന്യം പ്രകടമായതിനെയാണ് നമ്മൾ ഈ ലോകം, പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈശാവാസ്യമിതം സർവം പുരുഷയേവ ഇദകം സർവം സർവം ഖൽവിതം ബ്രഹ്മ. ഇതാണ് തത്വവിമർശനം. എല്ലാറ്റിന്റെയും പരമാർത്ഥ തത്വം ഏകമായിരിക്കെ ആരെ ഉപദ്രവിക്കാൻ?
തസ്യ കോ മോഹഃ കശോകഃ ഏകത്വം അനുപശ്യതഃ. ഏകത്വത്തെ എല്ലാറ്റിലും ദർശിക്കുന്ന ഒരാൾക്ക് ശോകമോഹങ്ങൾ എവിടെ നിന്ന്? അപ്പോ എല്ലാറ്റിലും ഏകമായ പരബ്രഹ്മത്തെ ദർശിക്കുക, അതാണ് തത്വവിമർശനം. അപ്പൊ എല്ലാ ഭയവും പോകും. ഞാൻ എന്നെ തന്നെയാണ് എന്നെ കൊല്ലാൻ വരുന്ന എന്റെ ശത്രുവിലും ദർശിക്കുന്നത്. രണ്ട് ശരീരം മാത്രമാണ് എന്നെ കൊല്ലാൻ വരുന്ന എന്റെ ശത്രുവും ഞാനും ഒരേ ആത്മാ തന്നെയാണ്. അവൻ എന്നെ കൊല്ലുന്നില്ല, ഞാൻ കൊല്ലപ്പെടുന്നുമില്ല. ആത്മാവിന് നാശമില്ല. നശിക്കാത്തതിനെ ആർക്ക് എങ്ങനെ നശിപ്പിക്കാൻ പറ്റും? ഇതാണ് തത്വാവമർശനം. അപ്പൊ ഭയമില്ലാതാവും. അപ്പൊ ഭയമില്ലാതാവാൻ പരമമായ തത്വത്തെ വിചാരം ചെയ്ത് ഉറപ്പിക്കുക. അതുപോലെ ലോകതത്വത്തെ, ഓരോ വിഷയങ്ങളുടെയും തത്വത്തെ എല്ലാം വിചാരം ചെയ്ത് അതിന്റെ പ്രയോജനം, അതിന്റെ ഉപയോഗം അറിഞ്ഞ് ലോകത്തിൽ ബുദ്ധിയോടെ ജീവിക്കുക. എല്ലാറ്റിനെയും വെക്കേണ്ട സ്ഥലത്ത് വെക്കുക, നിർത്തേണ്ടിടത്ത് നിർത്തുക, വേണ്ടപ്പോൾ ഉപയോഗിക്കുക. ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇലക്ട്രിസിറ്റിയെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് ഇലക്ട്രിസിറ്റിയെ ഭയപ്പെടേണ്ടതില്ല. അഗ്നിയെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് അഗ്നിയെ ഭയപ്പെടേണ്ടതില്ല. ഏതൊരു വിഷദ്രവ്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് അതിനെ ഭയപ്പെടേണ്ടതില്ല. വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് അതിനെ ഭയമില്ല. അപ്പോൾ ഓരോന്നിന്റെയും തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യാം. അപ്പോ അത് ലൗകികമായിട്ടും ആത്യന്തികമായിട്ട് എല്ലാറ്റിന്റെയും തത്വം ഏകമാണ് എന്നുള്ള അറിവാണ്. ഒന്നായ നിന്നെയിഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബലമിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാബലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ആ പണ്ടേ കണക്കെ ഏകമായി ഉള്ളതായിട്ടുള്ള ബോധം എന്റെ ഉള്ളിൽ വരാനായിക്കൊണ്ട് ഈശ്വര കൃപ ഉണ്ടാവട്ടെ. അസങ്കൽപ്പാജയേത് കാമം ക്രോധം കാമവിവർജനാത് അർത്ഥാനർത്ഥേക്ഷയാ ലോഭം ഭയം തത്വാവമർശനാത് ആന്വീക്ഷിക്യാ ശോകമോഹൗ ദംഭം മഹതുപാസയാ യോഗാന്തരായാൻ മൗനേന ഹിംസാം കായാദ്യനീഹയാ. ആന്വീക്ഷിക്യാ ശോകമോഹൗ ദംഭം മഹതുപാസയാ യോഗാന്തരായാൻ മൗനേന ഹിംസാം കായാദ്യനീഹയാ. പിന്നെയും ചില ദോഷങ്ങളെ എങ്ങനെയൊക്കെ അകറ്റണം എന്ന് പറയാണ്. അന്വീക്ഷിക്കുക ശോകമോഹം. അന്വീക്ഷിക്കീ എന്ന് പറഞ്ഞാല് ഈക്ഷണം എന്നുള്ള രണ്ട് ശബ്ദങ്ങളെ കൊണ്ടാണ് അന്വീക്ഷിക്കീ എന്ന വിദ്യ ഉണ്ടായത്. അന്വീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായി സൂക്ഷ്മമായി നോക്കിക്കൊണ്ടേയിരിക്കുക, നിരന്തരമായി ചൂഴ്ന്നു കാണുക, നിരന്തരമായി സത്യാന്വേഷണം ചെയ്യുക. അതാണ് അന്വീക്ഷിക്കുക. അപ്പോ എന്താണ് ഉള്ള വസ്തു, എന്താണ് നമ്മൾ തെറ്റിദ്ധരിച്ച വസ്തു, ഈ തെറ്റിദ്ധരിച്ച വസ്തു വാസ്തവമല്ല, അസത്താണ്, ഉള്ളത് മറ്റൊരു വസ്തുവാണ് എന്ന് നല്ലോണം ചൂഴ്ന്നു നോക്കുമ്പോൾ മനസ്സിലാവും. സത്യം പരം ധീമഹി. മറ്റത് തേജോ വാരിമൃതാം യഥാ വിനിമയ. ആ പരമമായ സത്യത്തെ ദർശിക്കുന്ന വിദ്യയ്ക്ക് പേരാണ്, ആ സാധനയ്ക്ക് പേരാണ് അന്വീക്ഷികീ. നിരന്തരമായ സത്യവിചാരം കൊണ്ട് ശോകമോഹവും, ശോകവും മോഹവും ഇല്ലാതെയാക്കാം. ശോകം, ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം. പലതരത്തിലുള്ളതായിട്ടുള്ള പീഡകൾ നമ്മൾ ഉണ്ടാവുന്നത് ആ പീഡകൾക്ക് നമ്മൾ വലിയ ഗൗരവം കൊടുക്കുമ്പോഴാണ്. ആ ഗൗരവം ഇല്ലാതെയാവും ആരും എന്നെ പീഡിപ്പിക്കുന്നില്ല എന്നറിയുമ്പോൾ. എന്റെ കുട്ടി
എന്റെ മാറത്ത് ചവിട്ടിക്കളിക്കുമ്പോൾ, എന്നെ തല്ലുമ്പോൾ, എന്റെ മുഖത്ത് മാന്തുമ്പോൾ, എന്നെ കടിക്കുമ്പോൾ ഒന്നും എനിക്ക് വേദനയില്ല. കാരണം ഞാൻ ആ കുട്ടിയുടെ അമ്മയാണ്. എന്നാൽ അടുത്ത വീട്ടിലെ കുട്ടി വന്ന് അതേത് ചെയ്താൽ എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ ആ കുട്ടിയെ മടിയിൽ നിന്ന് എടുത്ത് എറിയും, കടന്നു പോ എന്ന് പറയും. എന്തുകൊണ്ടാണ്? എന്റേതല്ലാത്തത് കൊണ്ട്, അല്ലേ? അപ്പൊ ഇതിനെക്കുറിച്ച് വിചാരം ചെയ്ത്, എന്റെ കുട്ടിയുമില്ല, എന്റേതല്ലാത്ത കുട്ടിയുമില്ല, എല്ലാം ഒരു വസ്തുവാണ്, ആത്മാവാണ് എന്നുള്ള ആ ബോധമുണ്ടെങ്കിലോ ഏത് കുട്ടികളെയും നമുക്ക് ഒരുപോലെ കാണാം. അപ്പൊ ശോകമില്ല, മോഹമില്ല. മോഹം എന്ന് പറഞ്ഞാൽ അവിവേകം, തെറ്റിദ്ധാരണ എന്നൊക്കെ അർത്ഥമാണ്. മൂഢത്തരം, മൂഢഭാവമാണ് മോഹം. അവിവേകമാണ് മോഹം. തെറ്റിദ്ധാരണയാണ് മോഹം. അപ്പൊ തെറ്റിദ്ധാരണയോ ദുഃഖമോ സത്യാന്വേഷണം കൊണ്ട് ഇല്ലാതെയാവും. ദംഭം മഹതുപാസനയാ, മഹതുപാസയാ. ദംഭം എന്ന് പറഞ്ഞാൽ പ്രൈഡ്, അഹങ്കാരം, ഗർവം എന്നൊക്കെ പറയാം. എന്നെപ്പോലെ കേവലം ആരുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? മഹാത്മാക്കളെ ദർശിക്കാത്തത് കൊണ്ടാണ്. നമ്മളെക്കാൾ മഹത്വമുള്ള, കഴിവുള്ള ആളുകളെ കാണാത്തത് കൊണ്ടാണ്. കിണറ്റിൽ കിടക്കുന്ന തവളയായിരിക്കുന്നത് കൊണ്ട് ഞാൻ തന്നെയാണ് ഏറ്റവും വലിയവൻ എന്നുള്ള തോന്നല്. ഈ കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് മറ്റൊരു വലിയ തവള ആ കിണറ്റിൽ വന്ന് പെട്ടാൽ ആ വലിയ തവളയെ കണ്ടു കഴിയുമ്പോൾ ദമ്പമൊക്കെ പോകും. പിന്നെ ഉള്ളില് പേടിയോ ബഹുമാനമോ വിനീതത്വമോ ഒക്കെ വന്നു ചേരും. എന്നതുപോലെ മഹാത്മാക്കളുടെ അടുത്ത് അവരെ സേവിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അവരുടെ മഹത്വം, അവരുടെ ഗുണഗണങ്ങൾ അത് നേരിൽ കാണാനും അനുഭവിക്കാനും ഇടയുണ്ടായാൽ നമ്മൾ എത്ര നിസ്സാരന്മാരാണെന്നുള്ള തോന്നല് നമുക്ക് ഉണ്ടാവും. വിനയാന്വിതരായിത്തീരും. അപ്പൊ മഹതുപാസന, മഹാത്മാക്കളെ സേവിക്കുക എന്നുള്ളത് നമ്മുടെ അഹങ്കാരത്തെ, ദംഭത്തെ, അഭിമാനത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും മഹതുപാസന ചെയ്യാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. അങ്ങനെ നമുക്ക് വിനയാന്വിതരായിരിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ഗർവം പൊങ്ങാതിരിക്കട്ടെ. എപ്പോഴും ഗുരുക്കന്മാരുമായിട്ട് ബന്ധം വെക്കുന്നത് അതിന് സഹായിക്കും. അല്ലാതെ ഒറ്റയാന്മാരായി കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണനാണ്, ഏകനാണ്, ഞാൻ ആരുടെയും ശിഷ്യനുമല്ല, ആരുടെയും വിധേയനുമല്ല, എനിക്ക് ആരോടും ഉത്തരം പറയേണ്ടതില്ല, ഇങ്ങനെയുള്ളതായിട്ടുള്ള ഭാവം വളർന്നു വരുമ്പോഴാണ് അഹങ്കാരികളായി സ്വയം നശിക്കുന്നത്, അധപ്പതിക്കുന്നത്. അതിപ്പോ എത്ര ഉയരത്തിലെത്തുന്നു അത്രയും ഉയരത്തുനിന്നായിരിക്കും പതനം. നമുക്ക് ചുറ്റും കാണാമല്ലോ, അങ്ങനെയുള്ള ആളുകളെയും കാണാം. സന്യാസിമാരായിട്ട് പോലും സ്വന്തം ഗുരുക്കന്മാരെ നിഷേധിച്ചുകൊണ്ട് ഒറ്റയാന്മാരായി മാറി താൻ തന്നെയാണ് ജഗദ്ഗുരു എന്ന് സ്വയം അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയും പോണ്ട, നശിക്കാൻ സ്വയം നശിച്ചോളും. അങ്ങനെ കാണാണ്ട് നമുക്ക് ചുറ്റുപാട്. ഇപ്പോ അന്വീക്ഷിക്കുക ശോകമോഹൗ ദംഭം മഹതുപാസയ യോഗാന്തരായാൻ മൗനേന ഹിംസാം കായാതി അനീഹയ. യോഗാന്തരായാൻ മൗനേന, യോഗ അന്തരായാൻ. അന്തരായം എന്ന് പറഞ്ഞാൽ തടസ്സം, ഗ്യാപ്പ് എന്നൊക്കെ അർത്ഥമാണ്. ഇടയിലുള്ള ആയം. അന്തഃ ആയഃ അന്തരായഃ, ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ്. അപ്പൊ അതിനെ ബ്രിഡ്ജ് ചെയ്താലേ
ഗ്യാപ്പില്ലാതാവുള്ളൂ. തടസ്സങ്ങൾ വലിയ മതിലിന്റെ രൂപത്തിലുള്ള തടസ്സങ്ങളെയും അന്തരായം എന്ന് പറയും. കുഴികളുടെ രൂപത്തിലുള്ള തടസ്സങ്ങളെയും അന്തരായം എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും തരണം ചെയ്താലേ അപ്പുറത്തേക്ക് എത്തുള്ളൂ. അപ്പൊ യോഗം എന്നുള്ളത് എന്തിനുള്ള പരിശ്രമമാണ്? പരമാത്മാവുമായിട്ടുള്ള മേളനത്തിലുള്ള ഒരു പരിശ്രമമാണ്. അപ്പോ പരമാത്മാവ് അക്കരയും ഞാൻ ഇക്കരയും നിന്നാൽ എങ്ങനെ യോഗം സംഭവിക്കും? ഇതിന്റെ ഇടയിൽ വലിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അപ്പൊ ഈ തടസ്സങ്ങൾ നീക്കണം. ആ തടസ്സങ്ങൾ നീക്കാനുള്ള ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു മാർഗം മൗനം എന്ന് പറയുന്നത്. മൗനം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ലൗകിക സംസാരങ്ങളെ ഉപേക്ഷിക്കുക എന്നർത്ഥം. മുനിവൃത്തിയെ ശീലിക്കുക. അപ്പൊ മൗനം സംസാരിക്കും തോറുമാണ് നമ്മൾ ആത്മാവിൽ നിന്ന് അകന്നകന്നകന്ന് പോകുന്നത്. എത്ര അധികം സംസാരിക്കുന്നുവോ അത്ര നമ്മൾ അകന്നു പോകുന്നു. അപ്പൊ എന്താ വേണ്ടത്? സംസാരം നിർത്തി അന്തർമുഖരായി മുനിവൃത്തിയോടുകൂടി ആത്മാവിലേക്ക് തിരിഞ്ഞിരിക്കുക, അന്തർമുഖരായിരിക്കുക. ബഹിർമുഖതയെ വെടിയലാണ് ഇവിടുത്തെ മൗനം കൊണ്ട് ഉദ്ദേശിച്ചത്. ലോക വ്യവഹാരങ്ങളിലുള്ള നമ്മുടെ താല്പര്യത്തെ കുറച്ച്, ബഹിർമുഖതയെ കുറച്ച് അവനവനോട് സംവദിക്കുക, ആത്മവിചാരം ചെയ്യുക. അതാണ് മൗനം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ യോഗ അന്തരായാൻ, യോഗത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെ അങ്ങനെ ജയിക്കാം. അപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ ചെന്നാൽ കലഹമുണ്ടാകും. എന്തായാലും സംവാദങ്ങൾ വിവാദങ്ങളിലേക്കും വിദണ്ഡത്തിലേക്കും കലഹങ്ങളിലേക്കുമൊക്കെ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ആധ്യാത്മിക സാധകന്മാർ ഏകാന്തേ സുഖമാസ്യതാം, ഒറ്റയ്ക്ക് സുഖമായിരിക്കൂ എന്നാണ് ആചാര്യ ഭഗവത്പാദർ പറയുന്നത്. അവനവന്റെ സാധന ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാണ് നല്ലത്. സംശയങ്ങളുണ്ടാകുമ്പോൾ ഗുരുവിനെ സമീപിക്കാം. മനസ്സിൽ എപ്പോഴും ഗുരുവിനോടുള്ളതായിട്ടുള്ള ഭക്തിയും ബഹുമാനവും സൂക്ഷിക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സാ ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കാം. ആവശ്യമുള്ളപ്പോഴൊക്കെ ഗുരുവിന്റെ അടുത്ത് ചെന്ന് ഗുരുവിനെ സേവിക്കാം. അല്ലാത്തപ്പോൾ സാധന ഏകാന്തത്തിൽ ചെയ്യുന്നതാണ് ഉത്തമം. സംസാരങ്ങൾ ഒഴിവാക്കുന്നതാണ് നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാതിരിക്കാൻ, നമ്മുടെ എനർജി ഡിസിപ്പേറ്റ് ചെയ്തു പോകാതിരിക്കാൻ, എല്ലാം നമ്മുടെ ഏകാഗ്രത കുറയാതിരിക്കാൻ, നമ്മുടെ ലക്ഷ്യത്തിലുള്ള ആ നിഷ്ഠ ഉറയ്ക്കാൻ ഒക്കെ മൗനം നമ്മളെ സഹായിക്കും. യോഗാന്തരായാൻ മൗനേന, മൗനം കൊണ്ട് യോഗ തടസ്സങ്ങളെ നീക്കുക. ഹിംസാം കായാദി അനീഹയ, ഹിംസാം കായാദി അനീഹയ. ഹിംസ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക. പ്രകൃതിയിലുള്ള ഏത് ഭൂതങ്ങളെയും ഏത് ജീവജാലങ്ങളെയും ഉപദ്രവിക്കുന്ന സ്വഭാവം, അതാണ് ഹിംസ. മറ്റുള്ളവർക്ക് പീഡയുണ്ടാക്കുക. അതെങ്ങനെ ഇല്ലാതെയാക്കാം? കായാദി അനീഹയ. കായാദി എന്ന് പറയുമ്പോൾ ശരീരാദി, കായം ശരീരം, ആദി കൊണ്ടോ ഇന്ദ്രിയം, മനസ്സ് മുതലായവ. അപ്പൊ ഇന്ദ്രിയ മനോ നിയന്ത്രണം ചെയ്തുകൊണ്ട്, അനീഹ എന്ന് പറഞ്ഞാല് ഈഹ ഇല്ലാത്ത അവസ്ഥ. ഈഹ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. അപ്പൊ ശരീരാദികളെ അനാവശ്യമായി ചേഷ്ടിപ്പിക്കാതിരിക്കുക, വാക്ക് അനാവശ്യമായി പ്രവർത്തിക്കാതിരിക്കുക, മനസ്സിൽ മറ്റുള്ളവരെ കുറിച്ച് വേണ്ടാത്തതൊക്കെ ചിന്തിക്കാതിരിക്കുക. ഇതൊക്കെ അനീഹയാണ്. കായാദി എന്നുള്ളത് കൊണ്ട് കായേന വാച മനസ ഇന്ദ്രിയൈർവാ, ഈ പറഞ്ഞ കരണങ്ങളെ കൊണ്ടൊന്നും തന്നെ ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ അവയെ അടക്കുക എന്നർത്ഥം. ശരീരം അടങ്ങി ഒരു ഭാഗത്തിരുന്നാൽ മറ്റു ചുറ്റുപാടുള്ള ജന്തുക്കൾക്കൊന്നും ഒരു ഹാനിയും ഉണ്ടാകുന്നില്ല. നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കാലിന്റെ അടിയിൽ എത്ര ജന്തുക്കൾ ഞെരിഞ്ഞമരുന്നുണ്ട് എന്നറിയില്ല. നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ അതിനോട്
അനുബന്ധമായി ആരെയൊക്കെ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കും തോറും വേഗത കൂടിക്കൂടി വരികയും കൂടുതൽ കൂടുതൽ ആളുകളെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അഹിംസ പ്രാക്ടീസ് ചെയ്യാനുള്ള എളുപ്പ വഴി അനങ്ങാതിരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ശരീര, വാക്ക്, മനസ്സ്, ബുദ്ധി ഇവയൊക്കെ അനാവശ്യമായി ചലിപ്പിക്കാതിരിക്കാൻ പഠിക്കുക. ഇത് പഠിക്കാനാണ് കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ പല ചേഷ്ടകളും കാണിക്കുമ്പോൾ മുത്തശ്ശിമാര് പറഞ്ഞത്. ഇരിക്കുമ്പോൾ കാലാട്ടിക്കൊണ്ടിരിക്കും, തലചൊറിഞ്ഞുകൊണ്ടിരിക്കും, നഖം കടിച്ചുകൊണ്ടിരിക്കും, ശരീരം മുഴുവൻ ആട്ടിക്കൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ചേഷ്ടകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ മുത്തശ്ശിമാര് പറഞ്ഞു, കാലാട്ടിയാൽ അമ്മാവന് കേടാണ്. അമ്മാവൻ ഇല്ലാത്തവരോ ആർക്ക് കേടാണ്? അമ്മാവൻ ശത്രുവാണെങ്കിലോ നല്ലോണം ആട്ടിയാൽ കേടാവുമോ? അമ്മാവൻ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ലോണം കാലാട്ടിയാൽ അമ്മാവൻ നശിച്ചു പോകുമോ? എന്ന് എളുപ്പമായിരുന്നു. അപ്പൊ അത് വെറും കുട്ടികളെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടിയിട്ടുള്ള ചില പ്രയോഗങ്ങൾ മാത്രമാണ്. അല്ലാതെ കാലാട്ടിയതുകൊണ്ട് അമ്മാവൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കാലാട്ടിയതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിലാണ് മാറ്റം. നമ്മൾക്ക് സ്വയം നിയന്ത്രണമില്ലാത്തവരായി മാറുന്നു, അച്ചടക്കമില്ലാത്തവരായി, ആത്മനിയന്ത്രണമില്ലാത്തവരായി നമ്മൾ അധപ്പതിക്കുന്നു. അതിലൂടെ ചുറ്റുപാടുകൾക്ക് മുഴുവൻ ദോഷമാണ്. അമ്മാവന് മാത്രമല്ല, മറ്റു ജന്തുക്കൾക്കും ഒക്കെ നമ്മൾ നാളെ ദോഷം ചെയ്യും. അടക്കമില്ലാത്തവൻ അസുര സ്വഭാവം വർദ്ധിച്ച് നാളെ ലോകത്തിന് മുഴുവൻ ഉപദ്രവം ചെയ്യുന്നവനായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഒരു ശരീരത്തിന്റെ അടക്കം, മനസ്സിന്റെ അടക്കം, ഇന്ദ്രിയങ്ങളുടെ അടക്കം, ബുദ്ധിയുടെ അടക്കം, ഇതൊക്കെ ബാല്യത്തിൽ തന്നെ പരിശീലിക്കുന്നത് നല്ലതാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ. അപ്പോ ഹിംസാം കായാദി അനീഹയ, അനാവശ്യമായിട്ടുള്ള പ്രവൃത്തികൾ മറ്റുള്ളവരെ വേദനിപ്പിക്കും. നമ്മൾ വാക്കുകൾ പോലും അനാവശ്യമായിട്ട് പ്രയോഗിച്ച് ആളുകളെ വേദനിപ്പിക്കാറുണ്ട്. വളരെ എളുപ്പമാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ, വളരെ എളുപ്പമാണ് എന്ന് പറയാം. വാക്കുകൾ മതി. ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയുന്നതായിട്ടുള്ള ചില സുഖാന്വേഷണം, വിശേഷാന്വേഷണം, കുശലപ്രശ്നം, അതുപോലും നെഗറ്റീവായ രീതിയിൽ നമ്മുടെ വായിൽ നിന്ന് വാക്കുകൾ വന്നാൽ അവർക്ക് വളരെ ഡിപ്രഷൻ അനുഭവപ്പെടും. അതുകൊണ്ട് സൂക്ഷിക്കുക. അന്വീക്ഷിക്യ ശോകമോഹൗ ദമ്പം മഹതുപാസയ യോഗാന്തരായാൻ മൗനേന ഹിംസാം കായാദ്യനീഹയ. ഇനിയുണ്ട്, അത് നമുക്ക് നാളെ കാണാം, നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ കാണാം. ഹരി ഓം.